Okay, good morning all of you. All of you mark your attendance. Mark your attendance. എല്ലാവരും attendance mark ചെയ്യട്ടോ. Okay, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 23 ആണ് പഠിച്ചു കഴിഞ്ഞത് അല്ലേ? 23. അപ്പൊ അംബുജം വരെ നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇപ്പൊ ഇതുവരെ? സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഓറലായിട്ട് പറയാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ വെച്ച് കൊറേ പദങ്ങൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയാ പഠിച്ചേ? വെച്ച് ഏതൊക്കെ പഠിച്ചു നമ്മള്? അമ്പിളി, അച്ഛൻ, അമ്മ, അറ, അല, നെക്സ്റ്റ് ആന, ആമ, ആട്, ആണി, ആഹ, നെക്സ്റ്റ് ഇല, ഇമ, ഇഞ്ചി, നെക്സ്റ്റ് ഈച്ച, ഈറ്റ, ഈത്തപ്പഴം, അടുത്തേതാ? ഉറുമ്പ് അല്ലെ? ഉറുമ്പ്, ഉറി, ഉരൽ, നെക്സ്റ്റ് ഊഞ്ഞാൽ, ഊണ്, ഊത്ത്, ഊമ, ഊര്, ഊന്നുവടി അല്ലേ? നെക്സ്റ്റ് ഏതാ? ഋഷി, ഋതു, ഋണം, ഋഷഭം. പിന്നെയോ എലി, എരുമ, എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര. അടുത്തത് ഏണി, ഏലം, ഏത്തപ്പഴം, ഏഴ്, ഏത്തം, ഐരാവതം, ഐശ്വര്യം, ഐക്യം. അടുത്തേതാ? ഒട്ടകം, ഒച്ച്, ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ് അല്ലേ? നെക്സ്റ്റ് പേജിൽ എന്താ? ഔ അല്ലേ? ഓല, ഓട്, ഓണം, ഓമന, ഔഷധം, ഔഷധം. അംബുജം അല്ലേ? അംബുജം എന്താണ്? താമരയാണ് അല്ലേ? അംബുജം എവിടെ ഉണ്ടാവുക? വെള്ളത്തിലല്ലേ? എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും താമരപ്പൂ അല്ലേ? കണ്ടിട്ടുണ്ടോ? നെക്സ്റ്റ് പേജിൽ എന്താ പഠിക്കാനുള്ളത് നോക്കി എല്ലാവരും? പേജ് നമ്പർ 25 അല്ലേ? കൊറേ ദിവസമായി നമ്മൾ പഠിച്ച് എക്സാം ഒക്കെ എഴുതിയല്ലേ? ഇനി 2 പാട്ടാ ഉള്ളത് അല്ലേ? എല്ലാവർക്കും നല്ലൊരു പാട്ടുണ്ട്, 2 പാട്ടുണ്ട്, 2 ഉണ്ട് പേജ് നമ്പർ 25. ഓക്കെ, എന്താണ്? ഒന്ന് കാറ്റിനെ കുറിച്ചാ പറയുന്നത് അല്ലേ? ഓക്കെ, എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഓൾ ഓഫ് യു ലിസൺ. നമുക്ക് പാടി നോക്കാം അല്ലേ? നല്ല രീതിയിലൊന്നും പാടില്ല, നമുക്ക് നോക്കാം അല്ലേ? അത് കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ, പൂമണം പേറി വരുന്ന കാറ്റേ, കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ടു പോകുന്നു ചെല്ലക്കാറ്റേ അല്ലേ? കാറ്റിനെ കാണാറുണ്ടോ? കാറ്ററിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കാറ്റ് കണ്ടിട്ടുണ്ടല്ലേ എല്ലാവരും? കാറ്റത്ത് എന്താ ഉണ്ടാവുക? നല്ല പുഷ്പങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? പുഷ്പത്തിന്റെ മണം ഉണ്ടാവും അല്ലെ? പൂമണം. അതിങ്ങനെ കൊണ്ടുവരും കാറ്റ് അല്ലെ? നല്ല മണം കൊണ്ടുവരും. അപ്പൊ അതാ പറഞ്ഞ കാറ്റേ കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ, കാണാ ചിറകുകൾ. കാറ്റിന് ചിറകുണ്ടോ മക്കളെ? കാറ്റ് ചിറകോടെയാണോ പറന്ന് വരുന്നത്? ഉണ്ടോ? കാറ്റിന് ചിറകുണ്ടോ മക്കളെ? ഇല്ല. കാണാ ചിറകുകൾ മെല്ലെ വീശി അല്ലേ? ചിറകൊന്നും ഉണ്ടാവില്ല, എന്നാലും വരുമല്ലേ? കാറ്റ് വീശി വരും. അപ്പോ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റേനാണ് പാട്ട്. പാട്ട് പാടി നോക്കിയൊന്ന്. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ, പൂമ
പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ടു പോകുന്നു ചെല്ലക്കാറ്റേ. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ടു പോകുന്നു കുഞ്ഞിക്കാറ്റേ. ചെല്ലക്കാറ്റേന്നാണ്. ഒന്ന് പാടി നോക്കാം നമുക്ക് ഒന്നുകൂടി. എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ, പാട്ട് പഠിച്ചു നോക്കട്ടെ എത്ര പേര്. ഓക്കെ. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ടു പോകുന്നു ചെല്ലക്കാറ്റേ. ഒന്നാമത്തെ കാറ്റ് കണ്ടോ? ആ പിക്ചറിൽ തെങ്ങൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നുണ്ട്. ഒരു വീടിന് അടുത്ത് 2 പിക്ചർ കണ്ടോ? തെങ്ങ് കാറ്റുണ്ടാവുമ്പോഴാണ് അല്ലേ നമ്മുടെ മരങ്ങളൊക്കെ ഇങ്ങനെ വീശോ, പൊട്ടി വീഴും ചെയ്യും ചിലപ്പോ അല്ലേ. അപ്പൊ ഇവിടെ കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റേ. അപ്പൊ കാണാത്ത ചിറകുകളൊക്കെ വീശി നീ എങ്ങോട്ടാണ് പോകുന്നത് കാറ്റേ എന്നാണ് പറഞ്ഞല്ലേ കാറ്റിനോട്. പൂമണൊക്കെ കൊണ്ടുവന്ന് നീ ഇങ്ങനെ വീശി ചിറകൊക്കെ വീശി എങ്ങോട്ടാണ്? കാണാ ചിറകുകൾ, ചിറകില്ല അല്ലെ, കാണാത്ത ചിറകുകളൊക്കെ വീശി എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് കാറ്റിനോട്. ഓക്കെ, ഒന്നുകൂടി പാടാം നമുക്ക്. പഠിച്ചോ എല്ലാവരും കാറ്റിന്റെ പാട്ട്? കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ടു പോകുന്നു ചെല്ലക്കാറ്റേ. ആരാ പഠിച്ച പാട്ട്? ആൻഷി പഠിച്ചു? ആൻഷി പഠിക്കോ? കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേടുന്ന കാറ്റേ കാണാൻ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്ന ചെല്ലക്കാറ്റേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ പഠിച്ചതാ പാട്ട്? ആർക്കാ പാടണ്ടേ? ആർക്ക് പേര് പാടിക്കണേ? ആരാ കൈവക്കും നോക്കട്ടെ. ആരാ പഠിച്ചേ? ബ്രാൻ. പാടിയേ ബ്രാനെ. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി ചെല്ലക്കാറ്റേ. അങ്ങോട്ട് പോന്നു ചെല്ലക്കാറ്റേ. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? കശ്യപ്. കാറ്റേ കാറ്റേ ചെല്ലക്കാറ്റേ പൂമണം കേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ടും ചെല്ലക്കാറ്റേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അലിയ. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റ് കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ കാണാ ചിറകുകൾ മെല്ലെ വീശി ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റേ. എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റേ. നെക്സ്റ്റ് അനുശ്രീ. പാടും. കുഞ്ഞിക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റേ ചിറകുകൾ മെല്ലെ വീശി
മെല്ലെ വീശി പോകുന്നു കുഞ്ഞിക്കാറ്റ്. ഇങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? അർണവ്. കാറ്റ് കാറ്റ് കുഞ്ഞിക്കാറ്റ് പൂമണം പേടി വരുന്ന കാറ്റ് കാണാ ചെറുകുകൾ മെല്ലെ വീശി എങ്ങോട്ട്? ഇങ്ങോട്ട് പോകുന്ന ചെല്ലക്കാറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ദക്ഷിണ. കാറ്റേ കാറ്റേ കാറ്റ് കാറ്റ് കുഞ്ഞിക്കാറ്റ് പൂമണം പേറി പേടി വരുന്ന കാറ്റ് കാണാ കാണാ ചിറകുകൾ മെല്ലെ മെല്ലെ വീശി അച്ഛാ എന്നിട്ട് എങ്ങോട്ട് എങ്ങോട്ട് പോകുന്നു? അങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞത്? തനുസ്. കാറ്റ് കാറ്റ് കുഞ്ഞിക്കാറ്റ് പൂമണം വീശുന്ന പാട് വരുന്നു കാറ്റ് കാണാ ചെറകടിച്ച് എങ്ങോട്ട് പോകുന്നു? ചെല്ലക്കാറ്റ്. ചെല്ലക്കാറ്റ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? വൈഷ്ണവ്. കാറ്റ് കാറ്റ് ചെല്ലക്കാറ്റ് പൂവണം പേറി വരുന്ന കാറ്റ്. പേടി വരുന്ന കാറ്റ് കാണാ ചിറകുകൾ ചെറുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഷിമോൻ. ചിതറുന്നു നാദം കേൾക്കുന്നു കാറ്റ് കാറ്റ് കുഞ്ഞിക്കാറ്റ് പൂമണം പേറി വരുന്ന കാറ്റ്. വരുന്ന കാറ്റ് കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട്? എങ്ങോട്ട് പോണു ചെല്ലക്കാറ്റ്. ചെല്ലക്കാറ്റ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് യാൻദേവ്. പാടണം അറിയാവോ? ഇന്നാണ് പോട്ടെ എന്നാലും മിടുക്കനാവുള്ളൂ. പോയോ ആ പാട്ട് യാൻദേവ്. കുഞ്ഞിക്കാറ്റ് ആ പൂമണം പേടിയ വരുന്ന കാറ്റ്. കാറ്റ് കാണാ ചിറകുകൾ ചെറുകൾ മെല്ലെ വീശി മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു? ചെല്ലക്കാറ്റ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? മുഹമ്മദ് സഹൽ. കൈ പൊക്കണേ, എന്നാലേ പാട്ട് പാടാനുള്ള അവസരമുള്ളൂ. ആ സഹല് പാടിക്കോ. കാറ്റ് കാറ്റ് കുഞ്ഞിക്കാറ്റ് പൂമണം വീശി പേറി വരുന്ന കാറ്റ്. കാണാ ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റ്. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഇവിടെ ലാമിയെ കുട്ടി ഭയങ്കര കുരുത്തക്കേടാണല്ലോ ഇവിടെ. ലേ ലാമിയ? അമ്മയാടെ നിക്കാനേ വിടുന്നില്ല. ഓക്കെ നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ആഷ്നി. വരുന്ന കാറ്റ്. ഓക്കെ നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ആൻഡ്രിയ തെരേസ്.
കാറ്റേ കാറ്റേ ആ കുഞ്ഞി കാറ്റേ ആ പൂമണം പൂമണം പെരളി വരുന്ന പെരളി കാറ്റേ, വരുന്ന കാറ്റ് വരുന്ന കാറ്റേ കാണാൻ ചിറകുകൾ കാണ ചിറകുകൾ മെല്ലെ വീശി എന്നാട്ടാ എങ്ങോട്ട് പോകുന്നു എന്നോട്ട് പോകുന്നു മെല്ലെ ചെല്ലക്കാറ്റ് ചെല്ലക്കാറ്റേ. ഓക്കെ വെരി ഗുഡ്. ഇനി ആരാ പാടുന്നേ? ആരും പാടുന്നില്ലേ? ആരൊക്കെയാ ഇനി? ദക്ഷിത്, ദക്ഷിതം സന്ദീപ്. ദക്ഷിത അൺമ്യൂട്ട് ചെയ്തോ. കാറ്റേ കാറ്റേ ആ കുണ്ടിക്കാറ്റേ പൂമണം കയറി വരുന്ന പൂമണം കയറി വന്ന കാറ്റേ കാണാച്ചിറകുകൾ കാണാൻ തളർന്നു നല്ല വീഴ്ച എങ്ങോട്ട് പോകുന്നു ചെല്ലക്കാറ്റ് എങ്ങോട്ട് പോകുന്നു തള്ളക്കാറ്റേ. ഓക്കെ വെരി ഗുഡ്. ദക്ഷക്കുട്ടി, ദക്ഷ പാടിയ ദക്ഷ. പാട്. കാറ്റേ 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 ചെല്ലക്കാറ്റേ ആ പൂമണം പൂമണം പേര് വരുന്ന കാറ്റ് വരുന്ന കാറ്റേ കാണാച്ചിറകുകൾ കാണാൻ ചെറുകുകൾ ആ. വീശി എങ്ങോട്ട് പോകുന്നു? കാറ്റേ. ഓക്കെ അമിക പാടുന്ന അമിക. അമിക പഠിച്ചോ അമിക? കാറ്റേ കാറ്റേ ചെല്ലക്കാറ്റേ പൂമണം പേറി വരുന്ന കാറ്റ് ആ, പൂമണം പേറി വരുന്ന കാറ്റ് അമിക കുട്ടി പാടുന്നില്ലേ? ചിറകുകൾ കാണാച്ചിറകുകൾ മെല്ലെ വീശി എങ്ങോട്ട് പോകുന്നു ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പാടുന്ന? നെക്സ്റ്റ് ആരും പാടുന്നില്ലേ? ഓക്കെ നമ്മൾ ഏതൊക്കെ അക്ഷരം പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ? ഋഷിദേവിന് പാടണോ? ആ ഋഷിദേവ് പാടി. കാറ്റേ കാറ്റേ കുഞ്ഞിക്കാറ്റേ പൂമണം പെയ്യുന്ന വരുന്ന കാറ്റേ കാണാൻ ചിറകുകൾ വീശി എവിടെ പോകുന്നു ചെല്ലക്കാറ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ് അൻവിത, അൻവിത പി വി. പൂമണം പേറി വരുന്ന കാറ്റ് ഓക്കെ കഴിഞ്ഞു അൻവിത? കേൾക്കുന്നില്ല? ഓക്കെ അപ്പൊ നമ്മള് കൊറേ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഏതൊക്കെയാ പഠിച്ചേ? ഒന്ന് എഴുതി കാണിച്ചേ മിസ്സിനെ. നമ്മള് റ, ര, ന, ത, പ, വ, സ, ല, ള, ണ, മ ഇത്രയും അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏത് പഠിച്ചു? ചില്ലക്ഷരങ്ങള് മുഴുവൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ലേ? യെസ് ഓർ നോ? പഠിച്ചിട്ടുണ്ടോ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി എന്താ പഠിക്കേണ്ടത് അറിയോ? സ്വരാക്ഷരങ്ങളാണ് പഠിക്കേണ്ടത് അല്ലേ? സ്വരാക്ഷരങ്ങളിൽ ഏതാ ഫസ്റ്റ് ലെറ്റർ? ഇവ തെരേസ്, ഏതാണ് സ്വരാക്ഷരങ്ങളിൽ ഫസ്റ്റ് ലെറ്റർ? ആ അല്ലേ? ആ എന്ന അക്ഷരമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാരും റെഡിയാണോ? ആ എന്ന അക്ഷരമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പൊ അതിന് തൊട്ട് മുന്നേ പഠിച്ചാലൊന്ന് ഓർക്കണ്ടേ നമുക്ക്? ഈയോ തനുസ് പഠിച്ചു. ഇതാ വെരി ഗുഡ് തനുസ്.
ഓക്കേ, കശ്യപ് മുഴുവൻ അക്ഷരം എഴുതി. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഇവിടെ അൻവി എഴുതി അല്ലേ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? എല്ലാവരും എന്ത് ചെയ്യണം? സ്ലേറ്റ് എടുത്തേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒന്ന് എഴുതി നോക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ കുറെ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഓർത്ത് വെക്കണേ മക്കള്. നെക്സ്റ്റ് നമുക്ക് ഇന്ന് ഏതാ പഠിക്കാനുള്ളത് ഓർമ്മയുണ്ടോ? എങ്ങനെയാ എഴുതണ്ടേ? അപ്പൊ ആയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. സ്വരാക്ഷരങ്ങളില് ഫസ്റ്റ് ലെറ്റർ ആയ ആ, അമ്മ, അച്ഛൻ, അറ, അല, അമ്പിളി എന്നൊക്കെ പഠിച്ച അക്ഷരം അല്ലേ? എങ്ങനെ എഴുതണ്ട നോക്കാം നമുക്കല്ലേ? ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഇങ്ങനെ എടുത്ത് ഇവിടെ വളച്ച് നേരെ ഇതിന്റെ മുകളിലേ എടുത്ത് ഉള്ളിലേ എടുത്ത് പുറത്തേക്ക് എടുത്ത് ഇങ്ങനെ എടുത്ത് ഇതിന്റെ ഉള്ളിൽ കൂട്ടണം. അമ്മ, അച്ഛൻ, അറ, അല എന്നൊക്കെ എഴുതിയ നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ ആയ ആ എന്ന ലെറ്റർ ആണ് നമ്മൾ എഴുതിയത് അല്ലേ? ആ എന്ന അക്ഷരമാണ് നമ്മൾ എഴുതിയത്. അപ്പൊ എങ്ങനെ എഴുതണ്ട നോക്കിയേ? ഇവിടുന്ന് എടുത്തു, ഇങ്ങനെ എടുത്ത് ഇതാണ് ഫസ്റ്റ് എഴുതണം അല്ലേ? ഇങ്ങനെ എഴുതുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ സാധനത്തിന്റെ ഉള്ളിലേ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് എടുക്കുക അല്ലെ? റാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ, അതുപോലെ ഇങ്ങനെ എടുത്ത് ര ഇതിന് ചുറ്റിയിട്ട് മുട്ടിച്ചിട്ട് ഇടര. ഇപ്പൊ എന്തായി? ആ എന്ന അക്ഷരമായി. ഇങ്ങനെ എഴുതിയിട്ട് മക്കൾ ഇതിന്റെ മുകളിലേ എഴുതിയേ കുറെ സമയം അല്ലേ? എങ്ങനെ എഴുതണം നോക്കാം നമുക്കല്ലേ? ഇതാ ഇങ്ങനെ ഒന്ന് അമ്മയോട് എഴുതരാൻ പറ. ആ, ഒറ്റക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ എടുത്ത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വളച്ച് ഇതിന്റെ മുകളിലേ എടുത്ത് ഇവിടെ താഴെ എടുത്ത് നമ്മൾ രാ എഴുതിയില്ലേ അതേപോലെ ഉള്ളു കൂട്ടുക. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? മക്കൾ എല്ലാവരും പഠിച്ചോ? നോക്കുന്നു, കിട്ടുന്നുണ്ടോ? നമ്മുടെ അമികക്കുട്ടിയൊക്കെ എഴുതാൻ തുടങ്ങി. വെരി ഗുഡ്, സൂപ്പർ, ഗുഡ് ഗുഡ് അല്ലേ? റായൊക്കെ ഇനി സാവധാനം പഠിച്ചാൽ മതി അല്ലേ? ആ, രണ്ടോ അമികയൊക്കെ എഴുതി. വെരി ഗുഡ്. അയ്യോ, ഇതാരാ? ഡിയോൺ ആണോ? ആരോ എഴുതിയല്ലോ മുഴുവൻ. വൈഷ്ണവ്, വെരി ഗുഡ് വൈഷ്ണവ്. ആ എഴുതിയല്ലേ? വെരി ഗുഡ്, സൂപ്പർ. ഇവിടെ ആരാ? നമ്മുടെ വൈഷ്ണവ് എല്ലാം എഴുതി. ഇള്ളും ഇറും മെന്നും എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആ എഴുതാൻ പഠിച്ചോ മക്കളെ? ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അർണവ് നല്ല ഭംഗിയായി എഴുതിയിട്ടുണ്ടോ? ആഷ്നി എന്തായി? ആഷ്നി, അൻവി, കശ്യപ്, അനുശ്രീ, അഞ്ജിത, അൻവിത, പിവി, സഹൽ എഴുതി, അനുശ്രീ എഴുതി, ദക്ഷിണ എഴുതി. വെരി ഗുഡ്. അലിയക്കുട്ടി എഴുതിയോ? നെക്സ്റ്റ് ആരൊക്കെയാ നോക്കട്ടെ എഴുതിയത്? ജൂഡ്, ജുവാന, ദക്ഷിത്, അമാൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലേ? ലാമിയ എന്തായി? ലാമിയ, ആൻഡ്രിയ തെരേസിജോ, ബ്രയാൻ ചിനാബ്, വെരി ഗുഡ്. അൻഷിക എഴുതിയോ മോളെ? അൻഷിക, അൻഷിക, ദർശിത്ത്, അതിജിത്ത്, യാൻദേവ്, തനുസ്. ഓക്കെ, ഇനി ആരാ നോക്കട്ടെ? റിദ ഫാത്തിമ എഴുതിയോ മോളെ? ആ, വെരി ഗുഡ്. ആഷിൽ ദേവ്, വെരി ഗുഡ്. ആഷിൽ ദേവ് വീഡിയോ ഓൺ ആക്കിയ മോനെ, എന്നിട്ട് എഴുതിയേ. ഹിസാൻ, വേർ ആഷിൽ ദേവ്, ടേൺ ഓൺ യുവർ വീഡിയോസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അക്ഷരമായ സ്വരാക്ഷരങ്ങൾ ആദ്യത്തെ അക്ഷരമായ ആ എന്ന അക്ഷരം നമ്മൾ എഴുതുന്നേ. അപ്പൊ ഇത് വെച്ചാ നമ്മള് ആ, അല, അറ എന്നൊക്കെ എഴുതിയത് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതണ്ടേ? ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വളച്ചു, ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്തു, നെക്സ്റ്റ് പുറത്തേക്ക് കൊണ്ടുവന്നു, രാ എഴുതും പോലെ ഇടമുട്ടിച്ചു. ആ, പഠിച്ചോ എല്ലാ മക്കളും?
ഹിസ, ആഷിൽ ദേവ്, ടേൺ ഓൺ യുവർ വീഡിയോസ്. വെരി ഗുഡ് ആലിയ. ഓക്കെ, എല്ലാവരും എഴുതിയോ മക്കള്? ജുവാനാസിന, ദക്ഷിത്, അമാൻ. ഓക്കെ. ആഷ്നി, വെരി ഗുഡ്. അർണവ് എഴുതിയോ മോനെ? അർണവേ എഴുതിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എന്ന അക്ഷരമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ ഇനി റാ നമ്മൾ പഠിച്ചിട്ടില്ലേ? എഴുതിയേ? എഴുതി. അതിന്റെ അടുത്ത് റാ എഴുതിയ മക്കളെല്ലാവരും. എന്ത് പറ്റി അർണവിന്? ഗുഡ് ബോയ് ആണല്ലോ, അല്ലെങ്കിൽ അമ്മയുണ്ടെന്ന് തോന്നല്ലോ അടുത്ത്. എന്ത് പറ്റി മോൻ? നല്ല നീറ്റിൽ എഴുതിയില്ലേ അല്ലേ? നമുക്ക് ഒന്നുകൂടി എഴുതാ. ബാ, ആരാ ഫസ്റ്റ് ആവോ നോക്കാല? നോക്കട്ടെ, മിസ്സാണോ മക്കളാണോ ഫസ്റ്റ് ആവുന്ന നോക്കട്ടെ. ലാമിയ കുട്ടി വേഗം എഴുതിയേ. മിസ്സിനെക്കാളും ഫസ്റ്റ് എഴുതിയേ, വേഗം എഴുത്. അർണവ് എഴുതിയേ? വെരി ഗുഡ് അൻവി. റാന്ന് എഴുതി. കശ്യപ് എഴുതിയോ? റാ എഴുതി. ഉണ്ടോ? അപ്പൊ നമ്മൾ ഓൾറെഡി റാ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ അടുത്ത് എഴുതിയ എന്തായി? റാന്നായി. നെക്സ്റ്റ് എഴുതി. ലാ എഴുതിയല്ലോ? ലാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എഴുതി നോക്കിയേ. ആയും ലായും. അല്ലേ? അപ്പൊ എന്ന അക്ഷരാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അമ്മ, അച്ഛൻ. ഈ അക്ഷരത്തിലാണ് അല്ലേ കുറെ പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അമ്മ, അച്ഛൻ, അല, അറ, അമ്പിളി. ഓക്കെ ആഷ്നി, വെരി ഗുഡ്. അപ്പൊ ഈ ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന അമ്പിളി നമ്മൾ പഠിച്ചല്ലേ? അമ്പിളി പുഞ്ചിരി തോകുന്നു, വെള്ളി വെളിച്ചം വിതറുന്നു, മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. കശ്യപേ, വെരി ഗുഡ്. അനുശ്രീ എഴുതി. എല്ലാവരും എഴുതിയല്ലേ? ദക്ഷിണ എഴുതിയിട്ടുണ്ട്, സഹല എഴുതിയിട്ടുണ്ട്, ജുവാനാസിന എഴുതിയിട്ടുണ്ട്, ജൂഡ് ജെമോൻ എഴുതി. ലാമിയ കുട്ടി എന്തായി? ലാമിയ വേഗം എഴുതിയേ. നമുക്ക് ഫസ്റ്റ് ആരാ ഫസ്റ്റ് ആവും നോക്കാല. വേഗം ലാമിയ. ആൻഡ്രിയ തെരേസ്, അൻഷിക, അൻവിത, അമിക, തനുസ്, അർണവ്, ആൻഡ്രോസ് പ്രിൻസ് എഴുതിയോ മോളെ? ആൻഡ്രോസേ, ഏഞ്ചൽ റോസേ, ഏഞ്ചൽ മരിയ എഴുതിയോ? ഏഞ്ചലേ? ഓക്കെ. അപ്പൊ എന്ന അക്ഷരം മറന്നു പോകരുത് ആരും. ഇങ്ങനെ എടുത്തു, ഇവിടെ എടുത്തു. ഓക്കെ, ഇവിടെ മുട്ടിച്ചു. പഠിച്ചോ എല്ലാവരും? ഓക്കെ, വെരി ഗുഡ്. ആരൊക്കെ പഠിച്ചു? ഒന്ന് കൈ കാണിച്ചേ പഠിച്ചവരൊക്കെ. ഇനി ആരാ പഠിക്കാനുള്ളത് നോക്കട്ടെ. ദക്ഷ പഠിച്ചില്ലേ? ദക്ഷ. ഏഞ്ചൽ റോസ് പ്രിൻസ് പഠിച്ചില്ലേ? ഏഞ്ചൽ മരിയ പ്രിൻസ് പഠിച്ചവരൊന്ന് കൈ കാണിച്ചേ മിസ്സിനെ. ലാമിയ കുട്ടി പഠിച്ചില്ല അല്ലേ? ലാമിയ. അൻവിത പഠിച്ചു. അൻവിത. യാൻദേവ് പഠിച്ചു. ദക്ഷിത് പഠിച്ചു. റിദ ഫാത്തിമ പഠിച്ചു. ഏഞ്ചൽ റോസ് കാണുന്നില്ല. ഏഞ്ചൽ മരിയന. ആഷിൽ ദേവേ പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. പഠിച്ചോ അമിക? യെസ്, വെരി ഗുഡ്. പിന്നെ ആരാ ഇനി പഠിക്കാതെ ഉള്ളത്? അമിക കുട്ടി പഠിച്ചോ? എല്ലാരും കണ്ടോ ഫ്രണ്ടിനൊക്കെ? വെരി ഗുഡ്. അനുശ്രീ പഠിച്ചു അല്ലേ? അനുശ്രീ. ഈവ തെരേസ് പഠിച്ചു. വെരി ഗുഡ്. അതിജിത്ത്, യാൻദേവ്, റിദ, ഏഞ്ചൽ റോസ്. ഏഞ്ചൽ മരിയ പഠിച്ചോ മോളെ? ആൻഡ്രിയ തെരേസ്, ആഷിദ് ദേവ്. ഓക്കെ, പഠിച്ചല്ലേ എല്ലാവരും? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ദിവസം ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഇനി എളുപ്പമായല്ലേ നമുക്ക് പഠിക്കാൻ. എങ്ങനെയാന്നറിയോ? അടുത്ത അക്ഷരം
എന്നുള്ളത്. ഈ ആ എഴുതി നമ്മള് ഇതേപോലെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇതാ ഒരു വലി വലിച്ചാൽ എന്തായി? ആ ഒരക്ഷരങ്ങളില് രണ്ടാമത്തെ അക്ഷരമായ ആ എന്ന അക്ഷരമായി. എങ്ങനെ? നമ്മൾ നേരത്തെ എഴുതിയില്ലേ ആ, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചാ മതി. ആ അപ്പൊ ഒരു നാ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. നാ അത് ഇവിടെ എഴുതി നോക്കിയേ, എന്ത് വായിക്കും? ആ നാ. നമ്മൾ കഴിഞ്ഞ പഴയ പഠിച്ചതാണ് നാ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ നാ. ആ വെരി ഗുഡ് അലിയ, സൂപ്പറായി എഴുതിയിട്ടുണ്ട്. എഴുതിക്കൊണ്ടിരിക്കണേ മക്കളെ. അപ്പൊ ആന ആ. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? മാ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ എഴുതി നോക്കിയേ. ആയുടെ കൂടെ എന്ത് വായിക്കും? മാ. ഓക്കെ, ഇനി 1 മിനിറ്റേ ഉള്ളൂ. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആയുടെ കൂടെ മാ എന്തായി? ആമാ, ആമ, ആന അല്ലേ? ഓക്കെ. അപ്പൊ ആ രണ്ടക്ഷരം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം മക്കള്? നല്ലതുപോലെ അത് എഴുതിക്കൊണ്ടിരിക്കണേ. നമ്മുടെ അക്ഷരദീപത്തിലും എഴുതണം. ഓക്കെ. ഓക്കെ, നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ അക്ഷരദീപം ബുക്ക് കംപ്ലീറ്റ് ആക്കണം. 2 ലൈൻ ബുക്കിലും എഴുതണേ. മക്കള് കുറെ പ്രാവശ്യം സ്ലേറ്റിൽ എഴുതിയതിന് ശേഷം എഴുതുക. ഓക്കെ. ഓക്കെ, ബൈ, സി യു. ഓക്കെ ഉമ്മ, ബൈ.